പ്രവാസ ലോകത്തെ വാർത്തകൾ. വിദേശികൾക്ക് ആശ്വാസമേകി കുവൈത്ത് വിസ നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്തി. ഇതോടെ സന്ദർശക വിസയിൽ രാജ്യത്തെത്തുന്ന പ്രവാസികൾക്കിനി റെസിഡൻസ് വിസയിലേക്കും കുടുംബ വിസയിലേക്കും മാറാൻ സാധിക്കും. മാതാപിതാക്കളുടെയോ മക്കളുടെയോ സ്പോൺസർഷിപ്പിൽ കുടുംബ സന്ദർശക വിസയിലെത്തുന്ന ബന്ധുക്കൾക്ക് കുടുംബ വിസയിലേക്ക് മാറാനും പുതിയ നിയമം അനുമതി നൽകുന്നു. സർക്കാർ സ്ഥാപനങ്ങളുടെ സന്ദർശക വിസയിൽ ജോലിക്കായി എത്തുന്ന യൂണിവേഴ്സിറ്റി ബിരുദമോ സാങ്കേതിക യോഗ്യതയോ ഉള്ളവർക്കും ഇനി റെസിഡന്റ് വിസയിലേക്ക് മാറാൻ സാധിക്കും. ഇത് ബിരുദധാരികളായ പ്രവാസികൾക്ക് വലിയ അവസരമാണ് നൽകുന്നത്. കൂടാതെ സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഗാർഹിക തൊഴിലാളി വിസയിലേക്കും മാറ്റം അനുവദിക്കും. വർക്ക് എൻട്രി വിസയിലെത്തി താമസ നടപടികൾ ആരംഭിച്ച ശേഷം അടിയന്തരമായി രാജ്യം വിട്ടുപോകേണ്ടി വന്നവർക്ക് 1 മാസത്തിനകം തിരിച്ചെത്തിയാൽ വിസ മാറ്റം അനുവദിക്കുമെന്നതും പുതിയ നിയമത്തിലെ പ്രധാന ഇളവാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ പ്രത്യേകം പരിശോധിച്ച് വിവേചനാധികാരം അനുസരിച്ച് വിസ നൽകാനും പുതിയ നിയമം അനുമതി നൽകുന്നുണ്ട്. ഈ 5 സുപ്രധാന ഭേദഗതികളും പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രവാസികളുടെ ആവശ്യം പരിഗണിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുള്ള ഗൾഫ് എയർ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. വിമാനങ്ങളുടെ എണ്ണം 4 നിന്നും 7 ആക്കിയാണ് ഉയർത്തിയത്. നിലവിലുണ്ടായിരുന്ന ആഴ്ചയിലെ 4 സർവീസുകൾ നവംബർ 23 മുതൽ 7 ഉയർത്തി. ഇതോടെ ആഴ്ചയിൽ എല്ലാ ദിവസവും തലസ്ഥാനത്ത് നിന്ന് ബഹ്റിനിലേക്ക് നേരിട്ട് വിമാന സർവീസ് ലഭ്യമാകും. വിമാനത്താവള അധികൃതർ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ഈ സുപ്രധാന വിവരം യാത്രക്കാരെ അറിയിച്ചത്. വർദ്ധിപ്പിച്ച സർവീസുകൾ അനുസരിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 2 സർവീസുകൾ വീതമാണ് ഉണ്ടായിരിക്കുക. ബുധൻ വ്യാഴം ശനി ദിവസങ്ങളായിരിക്കും മറ്റു സർവീസുകൾ. ഈ നടപടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ബഹ്റിൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസകമാകും. കൂടുതൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നതോടെ യാത്രാക്ലേശനും ടിക്കറ്റ് നിരക്കിലുണ്ടാകുന്ന വർധനവിനും ഒരു പരിധിവരെ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെസിഡൻസി വിസ ഫീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. എല്ലാ വിഭാഗങ്ങളിലുമുള്ള എൻട്രി വിസകൾ, സന്ദർശക വിസകൾ, താമസ പെർമിറ്റുകൾ, അപേക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയിൽ മാറ്റം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുക്കിയ നിരക്കുകൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന് 1 മാസം കഴിഞ്ഞാലാണ് പ്രാബല്യത്തിൽ വരികയെന്ന് കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സർക്കാർ വിസിറ്റ്, ബിസിനസ് വിസിറ്റ്, ഫാമിലി വിസിറ്റ്, വൈദ്യ ചികിത്സാ വിസിറ്റ്, മൾട്ടിപ്പിൾ എൻട്രി, ടൂറിസം വിസിറ്റ്, കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കായുള്ള സന്ദർശനം, സാംസ്കാരിക സാമൂഹിക ഇവന്റുകൾക്കായുള്ള സന്ദർശനം എന്നിവയ്ക്കെല്ലാം ഫീസ് 10 ദിനാറായി ഉയരുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ താമസ നിയമത്തിലെ പുതിയ ഭേദഗതികൾ പ്രകാരമാണ് ഈ മാറ്റങ്ങൾ. ഭാര്യയെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ ശമ്പളം 800 ദിനാറായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങൾ അല്ലാത്തവരെ ആശ്രിത വിസയിൽ കൊണ്ടുവരുന്നതിനുള്ള ഫീസ് പ്രതിവർഷം 300 ദിനാറായി ഉയർത്തി. പുതിയ നിയമങ്ങളിൽ പുതുക്കിയ ഫീസുകൾ, ആശ്രിതർക്കുള്ള പുതിയ വ്യവസ്ഥകൾ, വിസിറ്റിംഗ് വിസകൾ നീട്ടുന്നതിനും മാറ്റുന്നതിനുമുള്ള വിപുലമായ ഓപ്ഷനുകൾ എന്നിവയും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.